കാര്യം എന്നോട് പറയാനാണ് വന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയ്ക്കോ. വെറുതെ എന്തിനു തമ്മിൽ കണ്ട് വഴക്കിന്റെ ആഴം കൂട്ടുന്ന? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വഴക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ആലോചനയില്ല ഞാൻ. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, അതല്ല, നിങ്ങളുടെ വഴക്ക് കാണുമ്പോ സങ്കടം ഞങ്ങൾക്കാ. ആ ശാന്തേ, എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ? നീ ഇല്ലാത്തതിന്റെ ശകലം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓ, ശകലമൊന്നും അല്ല. എനിക്കറിയാം ശാരദാമ്മേ, ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ. ഇവരെപ്പോ സൗഹൃദത്തിലായി? ഞങ്ങള് തമ്മിൽ എന്ത് പിണക്കം അല്ലേടി? അല്ലേ, ഇതെന്ത് മാജിക്! കീരിയും പാമ്പും പോലെ ഇരുന്നവര് ഇപ്പൊ അടയും ചക്കരയും പോലെ ആയല്ലോ. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു? ശാന്തേച്ചി ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നോ? അതെ, കളക്ടർക്ക് മാത്രമല്ല ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉള്ളത്, കളക്ടറുടെ അമ്മയ്ക്കും. അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ? ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെപ്പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്നാലും സമ്മതിക്കണം രണ്ടുപേരെ. എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ?